ഇപ്പോഴത്തെ യുദ്ധത്തിൽ ഇറാന് രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുന്നത് റഷ്യ ആണെന്ന് ആവർത്തിച്ച് പറയുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഉക്രൈനിലേക്കുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുന്നത് അമേരിക്ക നിർത്തിയാൽ പകരമായി ഇറാന് സൈനിക രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകുന്നത് തങ്ങളും നിർത്താമെന്ന് പറഞ്ഞ് റഷ്യ അമേരിക്കയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചെന്നാണ് സെലൻസ്കിയുടെ വെളിപ്പെടുത്തൽ. ഇറാന് റഷ്യ രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് ഉക്രൈന്റെ മിലിറ്ററി ഇന്റലിജൻസിന്റെ കയ്യിൽ കൂടുതൽ തെളിവുകളുണ്ടെന്നും കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പറയാനാകില്ലെന്നും കൂടെ സെലൻസ്കി പറഞ്ഞു. കീവിലെ തന്റെ പ്രസിഡൻഷ്യൽ കോമ്പൗണ്ടിൽ വെച്ച് സംസാരിക്കവേ മിഡിൽ ഈസ്റ്റിലെ യുദ്ധകാലത്ത് അമേരിക്കൻ സൈനിക ആസ്തികൾക്കും സഖ്യകക്ഷികൾക്കും നേരെ ആക്രമണം നടത്താൻ ഉപയോഗിച്ച ചില ഇറാനിയൻ ഡ്രോണുകളിൽ റഷ്യൻ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു. ഇപ്പോൾ ഇറാൻ നടത്തുന്ന ശക്തമായ തിരിച്ചടിയിൽ അമേരിക്കയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇറാന്റെ വർദ്ധിച്ചു വരുന്ന പ്രത്യാക്രമണങ്ങളെ തുടർന്ന് ആ മേഖലയിലെ 13 അമേരിക്കൻ സൈനിക സ്ഥാപനങ്ങൾ ഉപയോഗശൂന്യമായി മാറിയതായി ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ഏകപക്ഷീയമായി നടത്തിയ ആക്രമണങ്ങളാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോഴത്തെ യുദ്ധസമാന സാഹചര്യത്തിന് കാരണമായി മാറിയത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇറാൻ ശക്തമായ തിരിച്ചടി തുടങ്ങിയത്. അതേപോലെ അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ തിരിച്ചടിയുടെ വ്യാപ്തിയും തീവ്രതയും കുറച്ചു കാണിക്കുകയാണെന്നും റിപ്പോർട്ട് പറയുന്നു. ഇറാൻ സൈന്യം അമേരിക്കൻ സൈനിക ഊർജ്ജ ആസ്തികൾക്ക് നേരെ കൃത്യമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടിട്ടുള്ളത്. അതോടെ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച അവരുടെ താവളങ്ങളിൽ നിന്നും സൈനികരെ ഹോട്ടലുകൾ, താൽക്കാലിക ഓഫീസ് സൗകര്യങ്ങൾ പോലുള്ള താൽക്കാലിക ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ അമേരിക്ക നിർബന്ധിതരായി എന്നാണ് റിപ്പോർട്ട്. 13 സൈനിക താവളങ്ങളിലെ പ്രധാന സൗകര്യങ്ങൾ ഇപ്പോൾ തകരാറിലാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രവർത്തന സംവിധാനങ്ങൾ, വ്യോമത്താവള അടിസ്ഥാന സൗകര്യങ്ങൾ, ഇന്ധന പൈപ്പ് ലൈനുകൾ എന്നിവ നശിപ്പിക്കപ്പെട്ടു. ഇത് സൈനിക സുരക്ഷയെയും മേഖലയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ ദീർഘകാല നിലനിൽപ്പിനെയും കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നു എന്നും ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കും. ചിതറിപ്പോയ അമേരിക്കൻ സൈനികരെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ്. അമേരിക്കൻ സൈനികരുടെ പുതിയ ലൊക്കേഷനുകൾ റിപ്പോർട്ട് ചെയ്യാൻ പൊതുജനങ്ങളോട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ സൈനികരെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനാൽ അവർക്ക് ഹോട്ടലുകളിൽ ആരും അഭയം നൽകരുതെന്നും അവരുടെ ലൊക്കേഷനുകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് IRGC ഒരു അറിയിപ്പിൽ പറയുന്നത്. ബുധനാഴ്ച പെന്റഗണിൽ നടന്ന ഒരു പ്രാർത്ഥനാ യോഗത്തിൽ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് അമേരിക്കൻ സൈനികർക്കായി പ്രാർത്ഥന നടത്തിയതായും റിപ്പോർട്ടിലുണ്ട്. അമേരിക്കൻ സൈനികർ കനത്ത തിരിച്ചടി നേരിടുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഇത്തരം പ്രാർത്ഥനകൾ. ഇപ്പോൾ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്കെതിരായ ആക്രമണം 10 ദിവസത്തേക്ക് കൂടി താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇറാനുമായുള്ള ചർച്ചകൾ വളരെ നന്നായി നടക്കുന്നുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതിയിട്ടുണ്ട്. 7 ദിവസത്തേക്ക് ആക്രമണം നിർത്താനാണ് ഇറാൻ ആവശ്യപ്പെട്ടതെന്നും എന്നാൽ താൻ അത് 10 ദിവസമായി നീട്ടുകയായിരുന്നുവെന്നും ട്രംപ് ഫോക്സ് ന്യൂസിനോട് പ്രതികരിക്കുകയും ചെയ്തു. ഇറാൻ സൈനികമായി തകർക്കപ്പെട്ടുവെന്നും അവർക്ക് ഒരു തിരിച്ചുവരവിന് ഇനി സാധ്യതയില്ലെന്നും കൂടെ ട്രംപ് പറഞ്ഞു.